ഗൾഫ് യുദ്ധം അതിൻ്റെ 49ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നാളെയാകുമ്പോൾ 50 ദിവസം പൂർത്തിയാകും. ഫെബ്രുവരി 28-നായിരുന്നു യുദ്ധം തുടങ്ങിയത്. യുദ്ധവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് ലെബനോനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടു എന്നതാണ്. ആ വെടിനിർത്തൽ പ്രാബല്യത്തിലായി എന്ന് ഇരു രാജ്യങ്ങളും അറിയിച്ചിട്ടുണ്ട്. ഇതൊരു സൂത്രപ്പണിയായി വ്യാഖ്യാനിക്കപ്പെടുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചയുടെ പ്രീ കണ്ടീഷനായി ഇറാൻ മുമ്പോട്ട് വെച്ച ഒന്ന് ലെബനോനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്നതായിരുന്നു. എന്നാൽ ഇസ്രായേൽ ഒരു കാരണവശാലും അതിന് വഴങ്ങില്ല. ഞങ്ങൾ ഹിസ്ബുള്ളയുടെ അടിവേര് മാന്തിയ ശേഷം മാത്രമേ അവസാനിപ്പിക്കൂ എന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ട്രംപ് ശക്തമായ സമ്മർദ്ദം ചെലുത്തി. അതിന് പരിഹാരമെന്ന നിലയിലാണ് ഹിസ്ബുള്ളയെ ഒഴിവാക്കി ലെബനോൻ എന്ന രാജ്യവുമായി ചർച്ച നടത്തിയത്. ലെബനോൻ എന്ന രാജ്യത്താണ് ഹിസ്ബുള്ള പ്രവർത്തിക്കുന്നത്. എന്നാൽ ഹിസ്ബുള്ള ലെബനോൻ എന്ന രാജ്യത്തിന്റെ നിയന്ത്രണത്തിലല്ല. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയുമായി ചർച്ച നടത്തിയാൽ അത് നാണക്കേടാവും എന്നതുകൊണ്ടും ഇസ്രായേൽ ജനതയ്ക്കിടയിൽ സംശയമുണ്ടാവും എന്നതുകൊണ്ടും അതിനുള്ള സാധ്യത വേണ്ടെന്ന് വെച്ച് ലെബനോനുമായി ചർച്ച നടത്തുകയാണ് ചെയ്തത്. ലെബനോനും ഇസ്രായേലും തമ്മിലുള്ള ചർച്ചയെ ആദ്യം ഹിസ്ബുള്ള തള്ളിപ്പറഞ്ഞെങ്കിലും ഇന്നലെ വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഹിസ്ബുള്ളയും നിലപാട് മാറ്റിയിട്ടുണ്ട്. ഞങ്ങൾ തൽക്കാലം ഇതിനോട് സഹകരിക്കും എന്നാണ് പറഞ്ഞത്. എന്നാൽ ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് ഇസ്രായേൽ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ലെബനോൻ അതിർത്തിയിൽ 10 കിലോമീറ്റർ ഇസ്രായേൽ സേന നിലയുറപ്പിക്കും. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷവും വെടിനിർത്തൽ നടപ്പിലാകുന്ന രാത്രി 12 മണി വരെ ഇസ്രായേൽ ലെബനോനിൽ പലയിടങ്ങളിലും ബോംബിടുകയും അതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. എന്നാൽ വെടിനിർത്തൽ നടപ്പിലായതിനു ശേഷം ബോംബ് ഇട്ടതായി റിപ്പോർട്ടുകളില്ല. പതിവ് പോലെ ട്രംപ് അവകാശവാദവുമായി രംഗത്തെത്തി. ലോകത്തിന്റെ സമാധാന ദൂതനാണ് താൻ. ലെബനോൻ ഇസ്രായേൽ സമാധാന കരാർ തന്റെ 10ാമത്തെ സമാധാന ദൂതിന്റെ വിജയമാണെന്ന് ട്രംപ് അവകാശപ്പെടുന്നു. എന്നാൽ ഇപ്പോൾ നടക്കുന്ന ഇറാൻ അമേരിക്കൻ ഇസ്രായേൽ യുദ്ധവുമായി ഇതിനൊരു ബന്ധവുമില്ലെന്നും ഇത് ലെബനോനുമായി നേരിട്ട് ഇസ്രായേൽ ചർച്ച നടത്തി പരിഹരിച്ചതാണെന്നും ഇസ്രായേൽ പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ട്രംപ് ഈ സമാധാന കരാറിനെ കുറിച്ച് ആദ്യം തന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ഇട്ടത് ഇസ്രായേലിന് അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ യുദ്ധ ക്യാബിനറ്റ് കൂടി ഈ കരാറിന് അംഗീകാരം കൊടുക്കുന്നതിന് മുൻപാണ് ട്രംപിന്റെ പ്രസ്താവന. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ സംഭവിച്ചതുപോലെ തന്നെ ട്രംപിന്റെ ഈ മുൻകൂട്ടിയുള്ള അവകാശ പ്രഖ്യാപനം ഇസ്രായേലിനെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട്.